നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വനമഹോത്സവത്തിന്റെ ഭാഗമായി കേരള വനം വന്യജീവി വകുപ്പ്, ഉത്തരമേഖല സാമൂഹ്യ വനവൽക്കരണ വിഭാഗം, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ കോഴിക്കോട്, സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് വടകര എന്നിവയുടെ നേതൃത്വത്തിൽ ഇരിങ്ങണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൈ നടീലും ബോധവൽക്കരണ ക്ലാസും നടത്തി. എടച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മിനി ടീച്ചർ ഉദ്ഘാടനവും പ്രധാനാധ്യാപകൻ രമേശ് ബാബു അധ്യക്ഷതയും വഹിച്ചു. വനസുരക്ഷ, ഭക്ഷ്യസുരക്ഷാ വിഷയത്തിൽ റിട്ടയർഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി പ്രഭാകരൻ ക്ലാസ് എടുത്തു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി സൂരജ്, വടകര ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ബീരാൻകുട്ടി, വടകര റേഞ്ച് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ സി അനൂപ് കുമാർ, പി ജലീൽ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബിനീഷ്, ഫിർദോസ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. കോവളം ബേക്കൽ പശ്ചിമതീര ജലപാതയുടെ പ്രധാന ഭാഗമായ വടകര മാഹി കനാൽ വികസനം പൂർത്തിയാക്കുന്നതിനായി കനാലിന് കുറുകെയുള്ള പ്രധാന പാലമായ കോട്ടപ്പള്ളി പാലം പുനർനിർമ്മാണത്തിന് കരാർ പ്രാബല്യത്തിൽ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് കരാർ ലഭിച്ചത്. 17.65 കോടി രൂപ ചെലവിട്ടുള്ള പുതിയ പാലത്തിന്റെ പ്രവൃത്തി ഉടൻ ആരംഭിക്കും. പ്രവൃത്തി പൂർത്തിയാക്കുന്നതുവരെ താൽക്കാലിക പാലവും റോഡും നിർമ്മിക്കും. ഉൾനാടൻ ജലഗതാഗത വകുപ്പിനാണ് നിർവഹണ ചുമതല. വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് കീഴൽമുക്ക് ടൗണിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്ത ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുരളി പൂളക്കണ്ടിയിൽ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത കോളിയോട്ട് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ എം കെ സനിയ, പി പ്രശാന്ത് കുമാർ, ഗോപാലൻ മാസ്റ്റർ, കാർഷിക വികസന സമിതി അംഗം എം രാജീവൻ, കൃഷി ഓഫീസർ സാന്ദ്ര, കൃഷി അസിസ്റ്റന്റ് ശ്വേത എന്നിവർ സംസാരിച്ചു. ചന്തയിൽ സൗജന്യ വിത്ത് വിതരണവും തെങ്ങിൻ തൈകളും വിൽപ്പനയും നടന്നു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പ്രോജക്ട് ഫെല്ലോ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. നിർദ്ദിഷ്ട അപേക്ഷാ ഫോം ആവശ്യമായ രേഖകൾ സഹിതം ജൂലൈ 14-നകം ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 0495 24 30 939. SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈയിൽ ആരംഭിക്കുന്ന 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ, 2 വർഷത്തെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടി. അപേക്ഷകൾ സ്ക്രീനിൽ കാണുന്ന ലിങ്കിലൂടെ ജൂലൈ 15 വരെ സമർപ്പിക്കാം. വിശദാംശങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ 0471 232 5101 82 81 13 4454. കോഴിക്കോട് കിർത്താഡ്സിൽ 12 മാസത്തേക്ക് റിസർച്ച് അസിസ്റ്റന്റിനെ നിയമിക്കും. യോഗ്യത നരവംശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം, റൂറൽ ആൻഡ് ട്രൈബൽ സ്റ്റഡീസ് എന്നിവയിൽ ഏതെങ്കിലും ബിരുദാനന്തര ബിരുദം. അപേക്ഷകർക്ക് 2025 ജനുവരി 1-ന് 41 വയസ്സ് കവിയാൻ പാടില്ല. പട്ടികജാതി, പട്ടികവർഗ പിന്നാക്ക വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. പട്ടികവർഗ സമുദായക്കാർക്ക് മുൻഗണന. പ്രതിമാസം ഓണറേറിയം 32,550 രൂപ. ജൂലൈ 15-ന് രാവിലെ 11-ന് നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിന് രാവിലെ 10 മണിക്കകം വയസ്സ്, യോഗ്യത, സമുദായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണം. ഫോൺ 0495 2356 805. സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റോടെ 1 വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിൽ ഇന്റേൺഷിപ്പോടെയുള്ള റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് SSLC, +2, ഡിഗ്രി പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഫോൺ 7994 92 6081.
പുതുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ കൂട്ടിയിട്ട 150 അടിയോളം മണ്ണ് നീക്കം ചെയ്യാൻ ഓഫർ ക്ഷണിച്ചു. സീൽ ചെയ്ത കവറിൽ ഓഫർ തുകയും വിലാസവും ഫോൺ നമ്പറും രേഖപ്പെടുത്തി ഹെഡ്മാസ്റ്റർ GSS പുതുപ്പാടി കോഴിക്കോട് 673586 എന്ന വിലാസത്തിൽ ജൂലൈ 9 വൈകിട്ട് 5-നകം സമർപ്പിക്കണം. ഫോൺ 9447892607. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.